അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് പേപ്പർ 2. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് തന്നെ പേപ്പർ 1ൻ്റെ ആൻസർ കീ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്കിപ്പോൾ പേപ്പർ 2ൻ്റെ ആൻസർ കീ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്ഥലം. ഓപ്ഷൻസ്: ഖബർ, പരലോകം, സ്വർഗം. ശരിയുത്തരം സ്വർഗം. 2. പരിശുദ്ധ കഅബ ആദ്യമായി നിർമ്മിച്ചത്. ഓപ്ഷൻസ്: മലക്കുകൾ, ജിന്നുകൾ, നബിമാർ. ശരിയുത്തരം മലക്കുകൾ. 3. ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ്: 35, 25, 40. ശരിയുത്തരം 25. 4. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആദ്യം വെള്ളപാത്രവുമായി സമീപിച്ച സ്വഹാബി. ഓപ്ഷൻസ്: ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, അയ്യാഷ്. ശരിയുത്തരം ഹാരിസ് റളിയല്ലാഹു അൻഹു. 5. കൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം. ഓപ്ഷൻസ്: അത്യാഗ്രഹം, ദേഷ്യം, സൽസ്വഭാവം. ശരിയുത്തരം സൽസ്വഭാവം. 6. ആദ്യമായി ഖുർആൻ അവതരിച്ച മാസം. ഓപ്ഷൻസ്: മുഹറം, റബീഉൽ അവ്വൽ, റമളാൻ. ശരിയുത്തരം റമളാൻ. 7. റഫ്രഫ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: വേദനിപ്പിച്ചു, ശിക്ഷിച്ചു, ചിറകിട്ടടിച്ചു. ശരിയുത്തരം ചിറകിട്ടടിച്ചു. 8. നരകത്തിലെ ഒരു ഭക്ഷണം. ഓപ്ഷൻസ്: സരീഅ, ലൊരീഅ, റബീഅ. ശരിയുത്തരം ലൊരീഅ. 9. 25 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട യാത്ര ചെയ്തു. ഓപ്ഷൻസ്: സിറിയയിലേക്ക്, യർമൂക്കിലേക്ക്, മദീനയിലേക്ക്. ശരിയുത്തരം സിറിയയിലേക്ക്. 10. മാൻകുട്ടി എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ഹിബാ, ഖുഷ്ഫുൻ, ലൊബിയത്തുൻ. ശരിയുത്തരം ഖുഷ്ഫുൻ. പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 12. ഖദീജ റളിയല്ലാഹു അൻഹ. 13. ജിബ്രീൽ അലൈഹിസ്സലാം. 14. വർഖത്ത് ബിൻ നൗഫൽ. ഇപ്പുറത്ത് നോക്കൂ. എ. അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. ബി. ഭയപ്പെടേണ്ടതില്ല. സി. ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ഡി. ഇഖ്റ, വായിക്കൂ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയുത്തരം സി. ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. 12. ഖദീജ റളിയല്ലാഹു അൻഹ. ശരിയുത്തരം എ. അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. 13. ജിബ്രീൽ അലൈഹിസ്സലാം. ശരിയുത്തരം ഡി. ഇഖ്റ, വായിക്കൂ. 14. വർഖത്ത് ബിൻ നൗഫൽ. ശരിയുത്തരം ബി. ഭയപ്പെടേണ്ടതില്ല. സി എ, ഡി ബി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15. നരകം ശിക്ഷയുടെ വീടാണ്. അത് ഡാഷ് ചെയ്തവർക്കുള്ളതാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തിന്മ. നരകം ശിക്ഷയുടെ വീടാണ്. അത് തിന്മ ചെയ്തവർക്കുള്ളതാണ്. 16. സ്നേഹത്തിലും കാരുണ്യത്തിലും ഡാഷ് ഒരു ശരീരം പോലെയാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സത്യവിശ്വാസികൾ. സ്നേഹത്തിലും കാരുണ്യത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. 17. യോമുദ്ദീൻ ഡാഷ് നൽകുന്ന ദിനം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പ്രതിഫലം. യൗമുദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിനം. 18. സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം. സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഈമാൻ. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം. സൽക്കർമ്മങ്ങൾ ചെയ്യണം. 19. കൂട്ടുകാർ ദുനിയാവിൽ ഡാഷ് ഇല്ലാത്തവരായിരിക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അത്യാഗ്രഹം. കൂട്ടുകാർ ദുനിയാവിൽ അത്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര്? ഉത്തരം ഖദീജ റളിയല്ലാഹു അൻഹ. 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്ത ഗുഹ. ഉത്തരം ഹിറാ ഗുഹ. 22. ഖദീജ ബീവിയുടെ ഭൃത്യന്റെ പേരെന്ത്? ഉത്തരം മൈസറ. 23. കഅബയോട് ചേർന്ന്
വളച്ചു കെട്ടിയ സ്ഥലത്തിന്റെ പേര്? ഉത്തരം ഹിജ്റു ഇസ്മായിൽ. 24. ആവശ്യം എന്നതിന്റെ അറബി പദം എന്ത്? ഉത്തരം ഹാജ. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25. മരണപ്പെട്ട സ്നേഹിതനോടുള്ള കടമ നിറവേറ്റൽ എങ്ങനെ? ഉത്തരം അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മരണാനന്തരം അവന്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക എന്നിവ. 26. സ്വർഗത്തിലെ 2 അനുഗ്രഹങ്ങൾ എഴുതുക. ഉത്തരം വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ ലഭിക്കും. അതിനു പുറമെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിന്റെ ലിഖാ എന്നിവ സ്വർഗത്തിൽ ലഭിക്കും. 27. അള്ളാഹു തആല അനുഗ്രഹിച്ച 4 വിഭാഗത്തിന്റെ പേരെഴുതുക. ഉത്തരം നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരാണ്. 28. റുദ്ദു വലദഹ ഇലൈഹ, ഇത് ആരോട് പറഞ്ഞു? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞതാണിത്. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29. നരകം. നരകം ശിക്ഷയുടെ വീടാണ്. അത് തിന്മ ചെയ്യുന്നവർക്കുള്ളതാണ്. കത്തിയെരിയുന്ന തീയാണത്. ദുന്യാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ള തീ. അവിടെ ഭീമൻ വിഷപ്പാമ്പുകളുണ്ട്, വലിയ തേളുകളുണ്ട്. അവിടെ ദുഃഖം മാത്രമേയുള്ളൂ, സന്തോഷമില്ല. അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേയുള്ളൂ, ആശ്വാസമില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അതോടൊപ്പം തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. വൈല്, സഖർ, ജഹന്നം, സഈർ തുടങ്ങിയ പല പേരുകളിലും നരകമുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുടെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.